മടങ്ങി വരികയാണ്. ഇന്ത്യയുടെ ദേശീയ ചിത്രം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലോകരാജ്യങ്ങളെല്ലാം അങ്ങേയറ്റം ശ്രദ്ധയോടെ നോക്കുന്നതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് അത്തരം ബൃഹത്തായൊരു സ്വഭാവമുണ്ട്. സ്വാഭാവികമായും അയൽ രാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ നിർണായകമാണ്. ഇതിൽ പ്രധാനമായും വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു പ്രതികരണമാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന പ്രധാന പ്രതികരണത്തിന് പാകിസ്ഥാനിലെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈന് നടത്തിയ പ്രതികരണം കേരള രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തീവ്രവാദ വിരുദ്ധ ശക്തികൾക്കെതിരെ വോട്ട് ചെയ്യണം എന്നൊരു പ്രതികരണമാണ് ഉണ്ടായത്. അതിന് അരവിന്ദ് കെജ്രിവാൾ ഒരു മറുപടി നൽകുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, മറ്റ് നേതാക്കളുടെ ഇടപെടലും മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ലെന്ന മറുപടി കൂടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരെ വന്നിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനെതിരെ നിലപാടെടുക്കാൻ പലപ്പോഴും നമ്മുടെ ദേശീയ നേതാക്കൾക്ക് മത്സരമുണ്ട്. ഒരുപക്ഷെ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവാം അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. പക്ഷേ കെജ്രിവാളും കൂടി അങ്ങനെ നിലപാടെടുക്കുന്നു. മനു, തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സ്വാധീനത്തിന് പാകിസ്ഥാൻ വിരുദ്ധ നിലപാടുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാം. ഒരുപക്ഷെ അത് കെജ്രിവാൾ അത് മുന്നിൽ കാണുന്നുണ്ടോ? അതെ, സ്വാഭാവികമായത് എന്താ വെച്ചാൽ ഒരു ചതിയാണ് അദ്ദേഹത്തിന് ഇതിന് നടന്നത്. എന്താണെന്ന് വെച്ചാൽ കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ ശാന്തിയും സമാധാനവും വരട്ടെ, വിദ്വേഷത്തിൻ്റെയും അതുപോലെ എക്സ്ട്രീമിസം അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെയും ഒക്കെ ശക്തികൾ ഇന്ത്യയിൽ പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് ഇന്ത്യ ഇലക്ഷൻ 2024 എന്ന തരത്തിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അതിനാണ് അല്ലെങ്കിൽ ഈ കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇട്ട ഒരു പോസ്റ്റിലാണ് ഇതിന് മുകളിൽ അത് റീട്വീറ്റ് ചെയ്താണ് ഈ ഫവാദ് ഹുസൈൻ ഇത്തരത്തിൽ ഇത്തരം വിദ്വേഷത്തിൻ്റെ ശക്തികൾക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി വരട്ടെയാണ്. അപ്പോൾ കെജ്രിവാളിൻ്റെ പടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് പുറത്താണ് ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമായൊരു സാഹചര്യത്തിലാണ് കെജ്രിവാൾ അതിനെതിരെ വലിയ ശക്തമായിട്ട് ഒരു മറുപടി നൽകിയത്. അത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ ആഭ്യന്തര കാര്യം ഞങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞെടുത്ത് അതിന് മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, ഇവിടെ വിദ്വേഷത്തിൻ്റെ ശക്തികൾ പരാജയപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് കെജ്രിവാൾ വളരെ ശക്തമായൊരു മറുപടി കൊടുത്തു. ഇന്ത്യയിലെ കാര്യം ഇന്ത്യക്കാർ നോക്കിക്കോളാം എന്നും അത് നിങ്ങൾ ഇടപെടേണ്ട, മാത്രവുമല്ല ടെററിസത്തെ, തീവ്രവാദത്തെ അങ്ങേയറ്റം സ്പോൺസർ ചെയ്യുന്ന ഏറ്റവും വലിയ സ്പോൺസർമാർ ആണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിൽ ഇടപെടരുത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഏതായാലും ഫവാദ് ഹുസൈൻ അതിന് വിടുന്നില്ല കേട്ടോ. അദ്ദേഹം തിരിച്ചു വരികയാണ്. എന്നിട്ട് CM സാബ്, ഇത് ഇലക്ഷൻ നിങ്ങളുടെ ഒരു വിഷയമായിരിക്കാം, പക്ഷെ തീവ്രവാദം എന്ന് പറയുന്നത് അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, മറ്റേതൊരു രാജ്യം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നൊക്കെ തരത്തിൽ അദ്ദേഹം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇത് അദ്ദേഹം ആദ്യം തന്നെ ശക്തമായ മറുപടി കൊടുത്തത് നന്നായി. ഒരല്പം വൈകിയിരുന്നെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചേനെ. പക്ഷേ BJP അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു. വീരേന്ദ്ര സച്ദേവ എന്നൊരു BJP നേതാവ് ഇവരൊക്കെ ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്ന തരത്തിൽ ആ പോസ്റ്റിനെതിരെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വിവാദമാകാം. ഏതായാലും പാകിസ്ഥാൻ മുൻ മന്ത്രി വിദ്വേഷത്തിൻ്റെ ശക്തികൾക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്യണമെന്നൊക്കെ അവകാശപ്പെട്ടപ്പോൾ അത് തങ്ങളുടെ കാര്യമാണ്, അതിൽ ആരും ഇടപെടേണ്ടതില്ല എന്ന ഒരു ഇത് കൊടുക്കാനുള്ളൊരു രാഷ്ട്രീയ നീക്കം കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ഗുണകരമായിരുന്നു.